ഇന്ന് ഞാൻ വെള്ളയപ്പമാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ കപ്പിന് 3 കപ്പ് പച്ചരി എടുത്ത് നന്നായിട്ട് കഴുകിയ ശേഷം 4 മണിക്കൂർ കുതിർത്തിയതാണിത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ആദ്യം പകുതി പച്ചരിയും 1 കപ്പ് തേങ്ങയും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് വൈറ്റ് റൈസും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇത് ഞാൻ 2 ബാച്ചസ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇനി അടുത്ത ബാച്ചും കൂടെ അരച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള അരിയും 1/2 കപ്പ് തേങ്ങയും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. അത് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ഒരു ഇഡലിമാവിൻ്റെ കൺസിസ്റ്റൻസിയിലൊക്കെ അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മളിത് അരച്ചിട്ട് വെക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ളൊരു പാത്രത്തിൽ തന്നെ വെക്കണം. ഇല്ലെങ്കിൽ ഇത് പുളിച്ച് കഴിയുമ്പോഴത്തേക്ക് പാത്രത്തിന് പുറത്തേക്ക് പോകും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് അരച്ച് കിട്ടാനായിട്ട്. അതേപോലെ ഇങ്ങനെ കുറച്ച് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനും. ഇനി നമുക്കിത് പുളിക്കാനായിട്ട് മാറ്റി വെക്കാം. 5 മുതൽ 7 മണിക്കൂർ വരെ സമയമെടുക്കും ഇത് ഫെർമെൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 10-12 ചുമന്നുള്ളി 1 ടീസ്പൂൺ ജീരകം കൂടി അരച്ച് ചേർക്കുന്നുണ്ട്. ഞാൻ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നത് കൊണ്ട് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് മാവും കൂടി എടുത്തിട്ടാണ് ഞാനിത് അരച്ച് ചേർക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് തലേന്ന് മാവ് അരച്ച് വെക്കുമ്പോൾ അതിൽ അരച്ച് ചേർക്കാവുന്നതാണ്. പക്ഷേ ഇതിൽ കുറച്ചും കൂടിയിട്ട് ഒരു മണവും രുചിയൊക്കെ കിട്ടുന്നത് നമ്മൾ അപ്പം ചൂടാൻ സമയത്ത് ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോഴാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഒരു തവി മാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് അത് സ്പ്രെഡ് ചെയ്യാനൊന്നും പോകണ്ട, അങ്ങനെ വെറുതെ ഒഴിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിലിങ്ങനെ നിറയെ ഹോൾസ് വരും. ഈ സമയത്ത് നമുക്കൊരു മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് തിരിച്ചിട്ടെടുക്കേണ്ട ആവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ തിരിച്ചിട്ടെടുക്കുന്നില്ല. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ 3 കപ്പ് അരിക്ക് 1.5 കപ്പ് തേങ്ങ, 1/4 കപ്പ് ചോറ്, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇത്രയുമാണ് ചേർത്തിട്ടുള്ളത്.